എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചിപ്പി ഇത്തവണ പൊങ്കാലയിടാൻ വന്നില്ലേ? ചിപ്പിയെ കണ്ടെത്തി. ചിപ്പി ഗൗരി നന്ദനത്തിൽ തന്നെയുണ്ട്. സീരിയൽ താരം ചിപ്പി പൊങ്കാലയിടാൻ എത്തിയില്ലേ എന്നൊരു ചോദ്യമാണ് രാവിലെ മുതൽ ഉണ്ടായത്. ദേ ആ ചോദിച്ച പ്രേക്ഷകർക്കെല്ലാം ഉള്ള മറുപടി. പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് ഇത്തവണ? എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടോ? ഇത്തവണത്തെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങളുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇപ്പൊ എല്ലാം നന്നായിട്ട് വരാനുള്ള പ്രാർത്ഥനയോടെ ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിരിക്കുകയാണ്. കണ്ടു, ശ്രദ്ധിച്ചു കണ്ടു. അതിനിടയിൽ വേറെ പലതും എഴുതി കാണിച്ചു, അതൊക്കെ ശ്രദ്ധിച്ചു, ഏതാണ്ടൊക്കെ കണ്ടു. ഇപ്പം SKN സാറ് പറയുന്നുണ്ട്, ചിപ്പി ഇന്നിടത്തിരുന്നാണ് പൊങ്കാല ഇടുന്നത്, ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ട്. ഒരു സ്ഥലം പറയുന്നുണ്ട്, ആറ്റുകാലിനകത്ത് ഒരു സ്ഥലത്തിരുന്നാണ് ചിപ്പി പൊങ്കാല ഇടുന്നത് എന്ന് പറയുന്നുണ്ട്. വീഡിയോയില് ചിപ്പി എവിടെ ഇരുന്നാണ്, എവിടെ ഉണ്ടെന്നാണ് SKN പറഞ്ഞത്. അതിൽ എഴുതി കാണിക്കുകയും ചെയ്തു ആ പേര്. അതിനകത്ത് ഇന്ന സ്ഥലം എന്ന് എഴുതി കാണിക്കുമ്പോ അതും മുകളിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. ഗൗരി നന്ദനം പറയൂ. ഗൗരി നന്ദനം. ഗൗരി നന്ദനം, അതാണോ ഉത്തരം? ആ ഭാഗത്താണത്. ഉറപ്പിക്കട്ടെ? ശരിയായ ഉത്തരം ഗൗരി നന്ദനം. അപ്പൊ ഇത്തവണ ആരാ പോകാൻ ഗെയിം കളിക്കാൻ? ഇത്തവണ പോട്ടെ അല്ലേ? ഗെയിം എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് മീനാക്ഷിയിലോട്ട് പോവാം. നിതിൻ ചേട്ടാ, ഈ ഒരു ബൗളിൽ നിറയെ ഓറഞ്ചസ് ഉണ്ട്. നമുക്ക് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒക്കെ കുടിച്ച് നമ്മുടെ ഓഡിയൻസിനും കുറച്ച് കൊടുത്താലോ? പിന്നെന്താ, അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടി ഉണ്ടോ ഓറഞ്ച്? എല്ലാവർക്കും വേണ്ടിയുള്ളതുണ്ടോന്നല്ല, നിതിൻ ചേട്ടൻ തരാണ്ട് ഞാൻ കുടിക്കില്ല. അപ്പം അതിന് നമുക്ക് ഈ ഒരു ഓറഞ്ച് പീൽ ചെയ്ത് കിട്ടണം, 3 ഓറഞ്ച് പീൽ ചെയ്ത് കിട്ടണം. അതിനൊരാളെ ഇങ്ങോട്ട് വിടണം. അതാണ് ഞാൻ ടാസ്ക് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഐഡിയ. നല്ല ഐഡിയ. താങ്ക്സ്. വീട്ടിലിപ്പോ സവാളയൊക്കെ വിളിക്കാറുണ്ടെങ്കിൽ മീനാക്ഷി ഇവിടെ കൊണ്ടുവരണേ. നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. 45 സെക്കൻഡ്സ് എന്ന് പറയും. അതെ. അപ്പൊ 45 സെക്കൻഡ് ആണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കെട്ടിയിട്ടുള്ള മാക്സിമം ഗിഫ്റ്റ് എടുത്ത് പുറത്തേക്ക് കടക്കാനുള്ള സമയം. സാഞ്ചേട്ടനാണോ പോകുന്നത് അതോ ആയിട്ടാണോ പോണേ? സാഞ്ചേട്ടൻ ഇതിന്റെ മെയിൻ ആള്. ഈ ഓറഞ്ച് എനിക്ക് നഖമില്ല. അതെന്താന്നാ, ഞാൻ ഓറഞ്ച്, ആപ്പിള്, പൈനാപ്പിള് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പൊളിക്കുന്നത്. ഇവൻ ഉള്ളി, സവാള, അങ്ങനത്തെ സാധനങ്ങളാണ്. ഓടൂ, വാരൂ, നേടൂ, ഗോ. ഓടി വാ ചേട്ടാ, ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കാൻ സമയമായില്ലേ? ഓറഞ്ച് പൊളിക്കോ. അത് ഇവിടെ ജ്യൂസ് ആയി, ഇനി അത് ജ്യൂസ് ആക്കണ്ട. നല്ല വൃത്തിക്ക് പൊളിക്കണം സാധേട്ടാ, നല്ല വൃത്തിക്ക് പൊളിക്കണം. ഈ തൊലിയൊക്കെ മാറ്റിട്ട്. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ ഓറഞ്ച് പൊളിച്ചു, സമയം ബാക്കിയുണ്ട്. കൈക്ക് മൊത്തം ഒരു ഓറഞ്ചിന്റെ മണം. ഓറഞ്ച് ഇച്ചിരി കടുപ്പമാണ്. സൂപ്പർ 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 ചേട്ടാ, മാക്സിമം ഗിഫ്റ്റ് എടുത്തോ. എവിടെ അടിച്ചോണ്ടിരിക്കുകയാണ്. 9, 8, 7. പിടിക്കാം. കറക്റ്റ് നിലവറയ്ക്ക് വെളിയിലെത്തിച്ചു. വരൂ. പക്ഷെ ആ ഓറഞ്ച് ഉണ്ടല്ലോ, പൊളിക്കാന്ന് പറഞ്ഞ എളുപ്പമല്ലേ? അത് എന്റെ നടുവിലെ കൂടി കുത്തു കൊടുക്കണം, ഇങ്ങനെ പൊളിക്കണം. അത് എവറസ്റ്റ് കീഴടക്കിയ ആൾക്കാരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയല്ല കേറേണ്ടത്, വേറെ സൈഡിൽ കൂടിയാണെന്ന്. എടുത്ത സാധനങ്ങൾ നോക്കൂ. ഒരു കാസറോൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ കാസറോൾ, ഒരു മിക്സി, കൂടെ ഒരു കെറ്റിൽ, ഇലക്ട്രിക് കെറ്റിൽ. ഷൂട്ടിന് മുമ്പ് ചായ ഉണ്ടാക്കാനേ. അതെ.